ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ അതേ ഉഴുന്ന് വേണം, അരി വേണം, കായം വേണം, ഉണക്കമുളക് വേണം, ഉലുവ വേണം, കുരുമുളക് വേണം കേട്ടോ. ഞാൻ ഉണക്കമുളക് അമ്മ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഈ ലച്ചുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എരിവ് കുറച്ചെടുക്കാനാണ്. എരിവ് ആവശ്യത്തിന് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് മുളക് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം അരി അങ്ങോട്ട് നന്നായിട്ട് വറുത്ത് വയ്ക്കുക. അതിനുശേഷം ബാക്കി എല്ലാ സംഭവങ്ങളും വറുത്ത് വയ്ക്കുക. കായം പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കട്ട പോലെ ഇരിക്കണമെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ മാറ്റി വയ്ക്കുക. ആറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അമ്മ ഇത്തിരി കൂടുതൽ കുരുമുളകാണ് കേട്ടോ ഇട്ടേക്കണത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചാലിച്ച് കഴിക്കാം അല്ലേ. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയുടെ ഒപ്പം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലച്ചുവിന്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ തുറക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതേ അമ്മയുടെ സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തിയും ചമ്മന്തിപ്പൊടി ചാലിച്ചതുമാണ്. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചമ്മന്തിപ്പൊടി. അപ്പോൾ അതേ കടയിൽ നിന്നും വാങ്ങാൻ നിൽക്കാതെ നമുക്ക് തന്നെ ഉണ്ടാക്കി നോക്കാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ആവശ്യത്തിനൊക്കെ ആഡ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ.